പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് പാദവാർഷിക പരീക്ഷ 7ാം ക്ലാസ് താരീഖ്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, പരീക്ഷയ്ക്ക് വേണ്ടി എത്ര പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെയാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ പങ്കുവെക്കുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ വർഷം നടന്ന താരീഖിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉത്തരസഹിതം ഒന്ന് പരിചയപ്പെടാം. തുടർന്നും മറ്റു വിഷയങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എത്തുന്നതിനു വേണ്ടി, മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ക്ലാസ് കേട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പ്രധാനപ്പെട്ടൊരു വിഷയം പാദവാർഷിക പരീക്ഷ ആയതുകൊണ്ട് ചോദ്യപേപ്പറിൽ വരുന്ന, നമ്മൾ പരിചയപ്പെടുത്തുന്ന പേപ്പറുകളിൽ വരുന്ന 50% ചോദ്യങ്ങൾ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പാദവാർഷിക പരീക്ഷയ്ക്ക് കുറഞ്ഞ പാഠഭാഗങ്ങളേ ഉള്ളൂ. 4-5 പാഠങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നിരുന്നാലും കേവലം ഈ ഒരു വീഡിയോനെ മാത്രം ആസ്പദമാക്കി പരീക്ഷയ്ക്ക് പോകരുത്. പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കണം. എന്നാലും നമുക്ക് നല്ലൊരു മാർക്ക് ഇതിലൂടെ തന്നെ കരസ്ഥമാക്കാൻ പറ്റും എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നതാണ്. അതിൽ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, കർബല, അബ്ദുള്ള, ബനു ഫിഹ്ർ, ബനു അദിയ്, ബനു അസദ്, ബനു തൈം എന്നിങ്ങനെയാണ് ബ്രാക്കറ്റിലുള്ളത്. ഇനി ചോദ്യത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു തൈം. 2 സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു അസദ്. 3 മുഹാജിറുകൾക്ക് മദീനയിൽ ജനിച്ച ആദ്യ കുട്ടി അബ്ദുള്ള. 4-മത്തത് ആത്തിക റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. 5-മത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂഫയിലെ ഗവർണർ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. 6-മത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു അദിയ്. 7-മത്തത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ബനു ഫിഹ്ർ. 8-മത്തത് യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല. എന്നിങ്ങനെയാണ് ഇത് പൂരിപ്പിക്കേണ്ടത്. ഇതിൽ പറഞ്ഞ 8 കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം അത് യോജിച്ചവ ചേർക്കാനാണെങ്കിൽ ചിലപ്പോൾ പൂരിപ്പിക്കാനോ തിരഞ്ഞെടുത്ത് എഴുതാനോ ഒക്കെ ഉണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ, 2-മത് ഇവരാരാണ്? ചോദ്യം താഴെ വരുന്നുണ്ട്. ഹിജ്റ 3-ാം വർഷം റമദാനിൽ മദീനയിൽ ജനിച്ചത് ആരാണ്? ഹസൻ റളിയല്ലാഹു അൻഹു. 2 ഹിജ്റ 4-ാം വർഷം ഷഅബാനിൽ മദീനയിൽ ജനിച്ചത് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇരട്ട കുട്ടികളാണ്. ഇരട്ട കുട്ടികളല്ല, 2 പേരും ഒരു വർഷത്തെ മാറ്റമുണ്ട്. 3-മത് നബിയുടെ സ്വർഗത്തിലെ ഹവാരി സഹവാസി ആരാണ്? സുബൈർ ബിൻ അവ്വാം, കൂടെ ഉണ്ടാവുന്ന ആൾ. 4-മത്തത് സുബൈർ ബിൻ അവ്വാമിൻ്റെ ഘാതകൻ ആരാണ്? അംർ ബിൻ ജർമൂർ. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ പൂരിപ്പിക്കേണ്ടത്. ഈ വിഷയങ്ങളും പ്രധാനപ്പെട്ടതാണ്, ഓർത്തു വെക്കുക. 3-മത് ചോദിച്ചിട്ടുള്ളത് താഴെ പറയുന്നവരുടെ വയസ്സ് എഴുതാം. അതിൽ 1-മത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു 63, അബൂ ഉബൈദ 58, ഉസ്മാൻ റളിയല്ലാഹു അൻഹു 83, അലി റളിയല്ലാഹു അൻഹു 63. ഇങ്ങനെയാണ്. ഇതും പ്രധാനമാണ്. മറ്റുള്ളവർ പാഠഭാഗങ്ങളിൽ പറയപ്പെട്ടവരുടെ വയസ്സ് അതും പഠിച്ചു വെക്കുക. ഈ പ്രാവശ്യം ഇവരുടെ ഇത് ചോദിച്ചെങ്കിൽ നാളത്തെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ആയിരിക്കും. ഇത് മാത്രം പഠിക്കരുത്, ബാക്കിയുള്ളവരോട് പഠിക്കുക. അടുത്ത ചോദ്യം 4-മത്തത് ഉത്തരം എഴുതാം. അതിൽ 1, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എത്രാം വയസ്സിലായിരുന്നു? 15-ാം വയസ്സിലായിരുന്നു. 2-മത് ത്വൽഹ റളിയല്ലാഹു അൻഹു ആരിലൂടെയാണ് ഇസ്ലാമിൽ എത്തിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെയായിരുന്നു. 3-മത്തത് ത്വൽഹ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. കാരണം എന്ത്? കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ ബദർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. 4-മത്തത് ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജ്റ വർഷം ഏതാണ്? ഹിജ്റ 36. ഹിജ്റ 36-ലാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. 5-മത്തത് സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് മരണപ്പെടും മുമ്പ് എന്താണ് പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈർ എൻ്റെ മകൻ സഈദിന് നീ നിഷേധിക്കരുതേ എന്നതാണ് പ്രാർത്ഥിച്ചത്. വളരെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ
താരീഖിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ നിർദ്ദേശ പാഠഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ്. ഇതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ മറ്റു പാഠങ്ങളിലെയും ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ 5-മത്തത് പൂരിപ്പിക്കാം. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവേ ഞാൻ ഡാഷ് ഇട്ടിട്ടുണ്ട്, ഇവനെ ഇഷ്ടപ്പെടുന്നു, ഇവനെ നീയും ഇഷ്ടപ്പെടണമേ. രണ്ടാമത്തത് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹുവിന് നബിയുടെ അമ്മായി സുഫിയ റളിയല്ലാഹുവിനയുടെ മകനാണ്. അപ്പോൾ ഇത് അത്ര പ്രധാനമല്ല. ഈ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും ഇതുപോലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക്, ഈ ഒരു മോഡൽ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 6-മത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അറബി എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത് ആകെ ഒന്നേ ഉള്ളൂ. തുൽഹ സ്വർഗം ഉറപ്പാക്കി. അതിൻ്റെ അറബിയാണ് ഔജബ തുൽഹത്തു. തുൽഹ റളിയല്ലാഹുവിന് സ്വർഗം നിർബന്ധമാക്കി. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ പൂർണ്ണമായി പരിചയപ്പെടുത്തിയതിലൂടെ ഏത് രൂപത്തിലാണ് താരീഖിൻ്റെ ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് മറ്റൊരു പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിചയപ്പെടാം. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ വായിച്ച ചോദ്യപേപ്പറിലെ പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇതിലും കാണാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏറെക്കുറെ ചോദ്യങ്ങളൊക്കെ ഒരുപോലെയാണ് വരുന്നത്. നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നത് ഒരിക്കലും നഷ്ടമാവുകയില്ല. കാരണം താരതമ്യപ്പെടുത്തിയാണ് നമ്മൾ ഓരോ ചോദ്യങ്ങളും വായിച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ കഴിഞ്ഞ പരീക്ഷകളിൽ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പാദവാർഷിക പരീക്ഷ 7ാം ക്ലാസ്സിൽ 4 വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് പാഠം വരുന്നത് താരീഖിൽ നിന്നാണ്. പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് 9 പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എല്ലാ പാഠങ്ങളും നന്നായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിൽ വരുന്ന ഡേറ്റുകൾ, അതുപോലെ തന്നെ ഹിജറ വർഷം, അവരുടെ പേര്, ഉപ്പയുടെ പേര്, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതെല്ലാം കൂടെ എല്ലാ ഭാഗത്തിലൂടെ നമ്മുടെ ശ്രദ്ധ എത്തുമ്പോൾ മാത്രമേ നമുക്ക് മുഴുവൻ മാർക്കും കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ. നന്നായി പഠിക്കുക. അപ്പോൾ ഈ 9 പാഠത്തിൽ അവസാനത്തെ 2 പാഠം അല്ലെങ്കിൽ അവസാനത്തെ 3 പാഠം ഉഷാറായി പഠിക്കണം. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. 7, 8, 9 നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും എന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ. പരീക്ഷ നല്ല രൂപത്തിൽ എളുപ്പമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് നൽകണമെന്ന് അറിയിക്കുന്നു.